നമസ്കാരം. മഹാത്മാഗാന്ധി സർവകലാശാല 4 ഇയർ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി 1ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജ് എന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ലേഖനമാണ് ഗന്ധർവ പാരമ്പര്യം എന്ന നിധി. ഇത് രചിച്ചിരിക്കുന്നത് ടി.പി. സുകുമാരനാണ്. ഈ ലേഖനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഈ ലേഖനത്തിൽ ടി.പി. സുകുമാരൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മലയാള കവിതാ സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, മലയാള സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നാടകഗാന പ്രസ്ഥാനത്തെക്കുറിച്ചും ശുദ്ധ സംഗീതത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ ലേഖനഭാഗം മുന്നോട്ട് പോകുന്നത്. ഈ ലേഖനത്തെ പ്രധാനമായിട്ടും 5 ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് ലേഖനം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ടി.പി. സുകുമാരൻ പറയുന്നത്, ഇത് നമ്മളുടെ കുട്ടിക്കൃഷ്ണമാരാര് ഭാഷാ സാഹിത്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കുടുക്ക് പിടിച്ച ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പൊ അതില് ഒന്ന്, കുട്ടിക്കൃഷ്ണമാരാര് കുടുക്ക് പിടിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നും അതിലൊന്നാണ് സംഗീതവും സാഹിത്യവും വിരുദ്ധ കോടിയില്, അതായത് അകലങ്ങളിൽ നിൽക്കുന്ന ഒന്നാണെന്നുള്ളൊരു സിദ്ധാന്തം. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി, അതായത് സംഗീതവും സാഹിത്യവും ഒരുമിച്ചല്ല പോകുന്നത്, അത് വിരുദ്ധ വശങ്ങളിൽ, എതിർവശങ്ങളിൽ, 2 വശങ്ങളായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് കുട്ടിക്കൃഷ്ണമാരാര് പറയുന്നത്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്കൃഷ്ണമാരാര് പറയുന്ന ഒരു യുക്തിയുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: സംഗീതം എന്നത് നമ്മൾ കാതിലൂടെ ആസ്വദിക്കുന്നതാണ്, കേൾക്കുന്നതാണ്. ചിത്രം എന്നത് കണ്ണിലൂടെ മാത്രം പ്രവേശിക്കുന്നതാണ്. അതായത് സംഗീതം കാതിലൂടെ മാത്രവും ചിത്രം കണ്ണിലൂടെ മാത്രവും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാണെന്ന് കുട്ടിക്കൃഷ്ണമാരാര് പറയുന്നു. പക്ഷെ അതോടൊപ്പം അദ്ദേഹം പറയാണ്, കാവ്യം എന്നത് നമ്മുടെ കാതിലൂടെയും കണ്ണിലൂടെയും ഒരേപോലെ പ്രവേശിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കാവ്യത്തിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയാണ്, നമ്മൾ ഈ സംഗീതം കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന പാടെ ചെവിയിലൂടെ കേട്ട് അന്നേരം തന്നെ വറ്റിപ്പോകുന്ന സംഗീതത്തിന്റെ സ്പർശം അല്പം പോലും കാവ്യത്തിന് ചേർന്നതല്ല എന്ന് അദ്ദേഹം പറയാണ്. അതുകൊണ്ട് സംഗീതത്തെക്കാൾ ഒരു പടി കൂടെ കാവ്യശാഖ മുന്നിട്ട് നിൽക്കുന്നു എന്ന് കുട്ടിക്കൃഷ്ണമാരാര് ഇവിടെ പറയാണ്. ചുരുക്കത്തില് സംഗീതത്തിന്റെ കലർപ്പില്ലാതെ കാവ്യവും, കാവ്യത്തിന്റെ കലർപ്പില്ലാതെ സംഗീതവും നിലനിൽക്കണം എന്ന് കുട്ടിക്കൃഷ്ണമാരാര് പറയുകയും ചെയ്യാണ്. ഇവിടെ കുട്ടിക്കൃഷ്ണമാരാര് പിടിവാശി എന്ന് പറയുന്നതാണ്, അതായത് കലർപ്പറ്റ കാവ്യമേ കാവ്യമാകുന്നുള്ളത്. അതായത് മറ്റുള്ള സംഗീത ശാഖയോ ഒന്നും ചേർന്നതല്ല, അതൊക്കെ കലർന്നതല്ല, ഇങ്ങനെ അതൊന്നും കലരാത്ത കാവ്യം മാത്രമേ യഥാർത്ഥമായിട്ടുള്ള കാവ്യമേ ആകൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിടിവാശി എന്ന് പറയുന്നത്. കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ പിടിവാശി, അതായത് കലർപ്പറ്റ കാവ്യമേ കാവ്യമാകുന്നുള്ള പിടിവാശി കേട്ടാല് നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ കാവ്യങ്ങളും കവിതകളും മറ്റുള്ള കലകളും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ട് ഒരേ കാലത്ത് തന്നെ പൊട്ടിമുളച്ച സാഹിത്യ വിഭാഗങ്ങളാണ് നമുക്ക് തോന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതങ്ങനെയല്ല ഈ ഓരോ സാഹിത്യ വിഭാഗങ്ങളും ഉടലെടുത്തത്. ആദ്യമേയൊക്കെ ചിത്രകലാ സാഹിത്യം ഉടലെടുത്തു, പിന്നീട് നൃത്തകല ഉടലെടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് പാട്ട് സാഹിത്യം ഉടലെടുക്കുന്നത്. അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് കാച്ചിക്കുറുക്കിയ കവിത എന്നുള്ള ഒരു കാവ്യശാഖ എന്ന ഒരു സാഹിത്യശാഖ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നേരത്തെ കണ്ട പിടിവാശി കണ്ടു കഴിഞ്ഞാൽ, അതായത് കലർപ്പറ്റ കാവ്യമേ നല്ല കാവ്യമാകൂ എന്നുള്ള പിടിവാശി കണ്ടു കഴിഞ്ഞാൽ കാവ്യശാഖയാണ് വേറിട്ട് നിൽക്കുന്ന ഈ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നുള്ള ഒരു അബദ്ധ ചിന്ത നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ലേഖനകർത്താവ് പറയാണ്. പക്ഷെ ഇവിടെ ഈ ലേഖനകർത്താവ് പറയുന്നുണ്ട്, കുട്ടിക്കൃഷ്ണമാരാര് ഇങ്ങനെ കാവ്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സംഗീതത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മാരാര് സ്വയം തിരിഞ്ഞു കുത്തുന്നുണ്ട് എന്ന തമാശ രൂപേണ അദ്ദേഹം പറയാണ്. അതായത് സംഗീതത്തെ തള്ളിക്കളയുമ്പോഴും ഈ സംഗീതത്തിന്റെ പ്രസക്തി അറിയാതെ തന്റെ രചനയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വൃത്തശില്പം എന്ന കൃതി തന്നെ അതിന് ഉദാഹരണമാണെന്ന് ഇദ്ദേഹം പറയുകയാണ്. നമുക്കറിയാം, ഈണം എന്നത് സംഗീതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ കുട്ടിക്കൃഷ്ണമാരാര് പറയുന്നത് കവിതയിലെ മാത്രകൾക്കും ഗണങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മാത്രകൾക്കും ഗണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഈണത്തെ തന്നെ, അതായത് കാവ്യങ്ങൾക്ക് ഈണം വേണമെന്ന കാര്യം കൂടെ നമ്മൾ മാരാര് ഉയർത്തിക്കാട്ടുകയാണ്. അപ്പോൾ ഈ ഈണം എന്ന് പറയുന്നത് സംഗീതത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഈ കാവ്യരചനയില് സംഗീതവും കൂടെ ഇടകലർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുട്ടിക്കൃഷ്ണമാരാര് തന്നെ തിരിഞ്ഞു കുത്തുന്നുണ്ട്, തന്റെ ആശയങ്ങളെ സ്വയം തിരിഞ്ഞു കുത്തുകയാണ്. അദ്ദേഹം ഈ കലർപ്പില്ലാത്ത കാവ്യത്തിന് വേണ്ടി വാദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതിൽ അറിയാതെ ഈ കാവ്യങ്ങളിലും സംഗീതത്തിന്റെ ഈണവും കടന്നു വരുന്ന ഒരു കലർപ്പ് ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം പറയാണ്, അതായത് നമ്മളുടെ കേരളീയരായിട്ടുള്ള ആളുകള് അവര് എപ്പോഴും ഈണത്തിന് പ്രാധാന്യം കൽപ്പിച്ചു പോകുന്ന ആളുകളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങളൂടെ അദ്ദേഹം പറയുന്നുണ്ട്. കൃഷ്ണപ്പാട്ടിനും വഞ്ചിപ്പാട്ടിനും കുറത്തിപ്പാട്ടിനും ഒക്കെ നിശ്ചിതമായിട്ടുള്ള ഒരു ഈണം കേരളീയര് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത്തരം പാട്ടുകളൊക്കെ പോട്ടെ, ഇത് ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ നമ്മൾ ഉരുവിടുമ്പം തന്നെ എത്ര മോശമാണെങ്കിൽ പോലും നമ്മൾ അത് ഒരു ഈണം വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ശ്ലോകം ചൊല്ലുന്നത്, ഉരുവിടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പദ്യം ചൊല്ലുമ്പോൾ പ്രകടമായിട്ടുള്ള ഒരു നാദ പരിപ്രേക്ഷ്യം എന്ന് വെച്ചാൽ ഒരു ശബ്ദത്തിനുള്ള ഈണത്തിനുള്ള പ്രാധാന്യം കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് കഴിയുകയില്ല എന്ന് പറയുകയാണ്. അതായത് കവിതയിലാണെങ്കിലും ഈണത്തിന് പ്രാധാന്യമുണ്ട്, ഒരു ശ്ലോകം ചൊല്ലുമ്പോഴും ഈണത്തിന് പ്രാധാന്യമുണ്ട്, സംഗീതത്തിലും ഈണത്തിന് പ്രാധാന്യമുണ്ട്, ഏത് പാട്ടിലാണെങ്കിലും ഈണത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കാവ്യരചന എന്ന് പറയുന്നത്, ഒരു കവിത എന്ന് പറയുന്നത് കലർപ്പുള്ളതാണ്, അതിനെ മാറ്റി നിർത്തി ചിന്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല എന്ന് ഇദ്ദേഹം ഇവിടെ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും വെച്ച് നോക്കുമ്പോൾ ഈ കലകളുടെയൊക്കെ ചരിത്രം പഠിച്ച് ദർശനം സിദ്ധിച്ച വാൾട്ടർ പേറ്റർ എന്ന ആൾ കൊണ്ടുവന്ന ഒരു അഭിപ്രായം ഇവിടെ സ്വീകാര്യമാണെന്ന് കൂടെ ലേഖനകർത്താവ് പറയുകയാണ്. ഈ വാൾട്ടർ പേറ്റർ പറയുകയാണ്, അതായത് ചിത്രവും സംഗീതവും അതിന് പറഞ്ഞ ഇന്ദ്രിയങ്ങളുടെ കടക്കുന്നത് പോലെ തന്നെ കാവ്യം, കവിത എന്ന് പറയുന്നത് ഒരവസരത്തിൽ ഒരു ഇന്ദ്രിയത്തിലൂടെ മാത്രം കടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നേരത്തെ കുട്ടിക്കൃഷ്ണമാര് പറഞ്ഞിരുന്നു, സംഗീതം എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയത്തിലൂടെ കടക്കുന്നതാണ്, ചിത്രകല എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയത്തിലൂടെ കടക്കുന്നതാണ്, പക്ഷെ കാവ്യം എന്ന് പറയുന്നത് രണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് കാവ്യത്തിന് അമിത പ്രാധാന്യം കൊടുത്തു. പക്ഷെ ഇവിടെ വാൾട്ടർ പേറ്റർ പറഞ്ഞത് ഓരോ കലകളും സാഹിത്യവും അതിന് ഉതകുന്ന ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ കടക്കുന്നുള്ളൂ, അതുപോലെ കവിതയും ഒരേ ഒരു ഇന്ദ്രിയത്തിലൂടെ മാത്രമാണ് നമ്മളിലേക്ക് കടക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ വാൾട്ടർ പേറ്ററിന്റെ ഈ ഒരു അഭിപ്രായത്തെ കേസരി എ ബാലകൃഷ്ണപിള്ള അനുസരിച്ച് അദ്ദേഹവും എഴുതുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഈ കേസരി പറയുന്നുണ്ട്, ഈ സെമറ്റിക് നരവംശത്തിന്റെ ഒരു അവാന്തര വിഭാഗമാണ് നമ്മൾ കേരളീയര്. അപ്പോൾ ഈ സെമറ്റിക് നരവംശത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവ ഘടകങ്ങൾ എന്ന് പറയുന്നത് നടന ഭ്രമം, അതുപോലെ നൃത്തഭ്രമം, സംഗീതത്തിനോടുള്ള താല്പര്യം, ഹാസ്യവാസന, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നേരിയ വിഷാദാത്മകത്വമായിട്ടുള്ള ചില പ്രകടനങ്ങൾ, അതുപോലെ തന്നെ വികാരപാരിമം, പെട്ടെന്ന് തന്നെ വികാരത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു സെമറ്റിക് നരവംശത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈ ഒരു പ്രത്യേകത കേരളീയരുടെ അടിസ്ഥാന സ്വഭാവ ഘടകങ്ങളായിട്ടും കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് കേസരി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മളുടെ ഈ കേരളീയരുടെ ഇതില് ഈ സെമിറ്റിക് നരവംശത്തിന്റെ പ്രത്യേകതകളൊക്കെ കൂടുതലും പ്രകടിപ്പിച്ച രണ്ട് കവികൾ നമുക്കുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയുമാണ്. ഈ സെമിറ്റിക് നരവംശത്തിന്റെ പ്രത്യേകതകൾ ജീവിതത്തിലും എഴുത്തിലും തങ്ങളുടെ സാഹിത്യത്തിലൊക്കെ പ്രകടിപ്പിച്ച രണ്ടുപേര്. കുഞ്ചൻ നമ്പ്യാര് നടന ഭ്രമം, നൃത്ത ഭ്രമം, അതുപോലെ തന്നെ താളക്കമ്പം, അതായത് സംഗീതത്തിലെ താളക്കമ്പം, ഹാസ്യവാസന, അതായത് ആക്ഷേപ ഹാസ്യവാസന, ഇവ തന്റെ സാഹിത്യകൃതികളിൽ പ്രദർശിപ്പിച്ചെങ്കിൽ ചങ്ങമ്പുഴ ചെയ്തത് ഈണത്തിനുള്ള കമ്പം, അതുപോലെ നേരിയ വിഷാദാത്മകത്വം, പെട്ടെന്നുള്ള വികാരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, ഇതൊക്കെ തന്റെ സാഹിത്യകൃതികളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതായത് ഇവർ രണ്ടുപേരിലും ഈ സെമിറ്റിക് നരവംശത്തിന്റെ പ്രത്യേകതകൾ രണ്ടുപേരിലും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നിവിടെ കേസരി പറയുകയാണ്. ചുരുക്കത്തില് ഈ ഒരു അഭിപ്രായ പ്രകാരം കുഞ്ചൻ നമ്പ്യാര് കാവ്യത്തെ കണ്ണിനോട് അടുപ്പിച്ചാണ്. കാരണം നമ്പ്യാരുടെ ആ ആട്ടവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. ഇനി ചങ്ങമ്പുഴയാണെങ്കിൽ കാവ്യത്തെ കാതിനോട് അടുപ്പിച്ചതാണ്. അതായത് ഈണത്തിന്, വിഷാദാത്മകതയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാതിനോട് അടുപ്പിച്ചവരാണ് എന്നും കൂടെ ഇദ്ദേഹം പറയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് കാവ്യം എന്ന് പറയുന്നത് സംഗീതം കൂടെ നിറഞ്ഞു നിൽക്കുന്നതാണ് കാവ്യം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ ഒന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം, ഈ ലേഖനകർത്താവ് പറഞ്ഞു വെക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാടക സിനിമാ ഗാനങ്ങളെ ആധാരമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ നാടക സിനിമാ ഗാനങ്ങളെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ONV കുറുപ്പ്, വയലാർ രാമവർമ്മ ഇവരുടെ ഗാനങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിച്ച് അതിന് പഠനം നടത്തിക്കൊണ്ടാണ് നാടക സിനിമാ ഗാനങ്ങളെ കുറിച്ചുള്ള പഠനം ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ONV കുറുപ്പിന്റെയും അതുപോലെ തന്നെ വയലാർ രാമവർമ്മയുടെ ഒക്കെ ഈ ഗാനരചനയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്: ഗാനരചന എന്ന് പറയുന്നത് ഒരു ചാരുകസേര വിനോദം അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിങ്ങനെ ആസ്വദിച്ച് ചാരുകസേരയിൽ കിടന്ന് വെറുതെ എഴുതി കൂട്ടുന്നതല്ല ഒരു ഗാനരചന എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം അതിന് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. മനുഷ്യരുടെ മനസ്സറിഞ്ഞുകൊണ്ട് എഴുതേണ്ട ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതുമാത്രമല്ല, ONVയും വയലാറും പാട്ടുകൾ എഴുതി നേരം കളഞ്ഞവരാണെന്ന് ചില ആളുകളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ എത്രമാത്രം പാട്ട് എഴുതിയോ അത്രമാത്രം അവര് കവിതയ്ക്ക് നാശനഷ്ടം വരുത്തിയെന്നും ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് എഴുതിയ ഗാനങ്ങളൊക്കെ പരിശോധിച്ചു കഴിയുമ്പോൾ അതൊക്കെ വെറും പറച്ചിലുകൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം അവരൊരു ചാരുകസേര വിനോദമായിട്ടല്ല ഗാനങ്ങൾ എഴുതിയത്, മറിച്ച്
തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും കൊടുത്ത് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ വികാരങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഗാനരചന നിർവഹിച്ച ആളുകളാണ് ഈ ONV കുറുപ്പും വയലാർ രാമവർമ്മയും സിനിമാ ഗാനങ്ങളിലൂടെയും നാടകഗാന രചനയിലൂടെയും ഒക്കെ ചെയ്തത്. ഇനി ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ മലയാളത്തിലെ നാടക സിനിമാ ഗാനങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പല്ലവി, അനുപല്ലവി, ചരണം എന്നുള്ള ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ നമ്മുടെ ഒരു നാടൻ ഈണത്തിൻ്റെതല്ല എന്ന് കൂടെ പറയുകയാണ്. നമ്മുടെ നാടക സിനിമാ ഗാനങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് കർണാടക സംഗീതത്തിൽ നിന്നുള്ള ഒരു പുതുമുഖമാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി കൂടെ നമുക്ക് കഴിയും. ഒരു നാടക സിനിമാ ഗാനങ്ങളുടെ ഒരു പാറ്റേൺ ആണ് ഇവിടെ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ പാശ്ചാത്യ സംഗീതം എന്ന് പറയുന്നത്, ഈ പാശ്ചാത്യ സംഗീതം ലയബന്ധമാണ്, അതായത് ഹാർമോണിയസ് ആണ്. പക്ഷെ ഇന്ത്യൻ സംഗീതം എന്ന് പറയുന്നത് രാഗബന്ധമാണ്, മെലോഡിയസ് ആണ്. അപ്പൊ ഇങ്ങനെ മലയാള നാടക സിനിമാ ഗാനങ്ങൾ ഏറെ കൂറും ഈ രാഗബന്ധത്തില്, അതായത് ഇന്ത്യൻ ഒരു സംഗീത പശ്ചാത്തലത്തിനനുസരിച്ച് രാഗബന്ധത്തില് രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാൽ സംഗീത സംവിധായകര് ഇവിടെ ഈ മലയാള നാടക സിനിമാ ഗാനങ്ങളിലൊക്കെ ബിറ്റുകൾ നൽകുമ്പോൾ ഈ ലയവടിവിനെ, അതായത് ഈ പാശ്ചാത്യ സംഗീതത്തിന്റെ അതിനും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള രചനകളാണ് നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് മലയാളത്തിലെ സംഗീത, നാടക, സിനിമാ നാടക ഗാനങ്ങളൊക്കെ രചിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ തുടർന്ന് വയലാറിനെ കുറിച്ചും ONV കുറിച്ചും ഒക്കെ ലേഖനകർത്താവ് ചർച്ച ചെയ്യാണ്. പ്രധാനമായിട്ടും ONV കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഗാനത്തിന്റെ ഏകദേശം ഒരു 2.5 മിനിറ്റിൽ ഒതുങ്ങുന്ന പുതിയ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് അരങ്ങ് തകർത്ത മലയാളത്തിലെ 2 പ്രതിഭകളാണ് ONVയും വയലാറും. ഈ ONV ചെയ്തത് ആദ്യമായിട്ട് പുതിയ ഗാനഭാവുകത്വത്തിലേക്ക് മലയാളിയെ അനായാസം നയിച്ചു. അതായത് നാടക ഗാനത്തിലേക്ക്, അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളിലേക്കൊക്കെ മലയാളിയെ ഒരു പ്രയാസവുമില്ലാതെ നയിക്കാൻ വേണ്ടിയിട്ട് ONVക്ക് സാധിച്ചു. അപ്പൊ ഇങ്ങനെ ഈ ONV തന്റെ 20ാമത്തെ വയസ്സിൽ ആ വയസ്സിന്റെ ഊർജ്ജസ്വലതയിൽ തന്നെ അദ്ദേഹം KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗാനങ്ങൾ എഴുതി. അതിനുശേഷം അദ്ദേഹം ഒത്തിരിയേറെ ഗാനങ്ങളൊക്കെ രചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായിരുന്നു ഈ ONVയുടെ ആദ്യകാല നാടകങ്ങളുടെ പ്രത്യേകത, നാടക ഗാനങ്ങളുടെ പ്രത്യേകത എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ONVയുടെ നാടകഗാനങ്ങളൊക്കെ, ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹം രചിച്ച നാടകഗാനങ്ങളൊക്കെ അന്നത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഈ കൃഷിക്കാര്, ഈ വേദന അനുഭവിക്കുന്ന ആളുകൾ ഒക്കെ, സമൂഹത്തിലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും അങ്ങനെ അവര് തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു താളമായിട്ട് അത് പാടിക്കൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന ഗാനങ്ങളാണ് ONVയുടെ ആദ്യകാല നാടക ഗാനങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ONVയുടെ ഈ നാടക ഗാനങ്ങൾക്കൊക്കെ അത്രയ്ക്കും പ്രാധാന്യം ജനങ്ങളുടെ ഇടയിൽ, സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ ലഭിച്ചത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അധ്വാനിക്കുന്ന ജനങ്ങളുടെ വായ്ത്താരിയുടെയും അതുപോലെ തന്നെ അവരുടെ പദം കുരുപ്പിന്റെ ചൈതന്യമാണ് അവയിൽ തുളുമ്പുന്നത്. അതായത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ അവരെന്ത് പറയാൻ വേണ്ടി ആഗ്രഹിച്ചോ, അവരെന്ത് മനസ്സിൽ ചിന്തിച്ചോ ആ കാര്യങ്ങളാണ് ONV തന്റെ ആദ്യകാല നാടക ഗാനങ്ങളിലൂടെ രചിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ അവകാശവാദങ്ങളെയും ഒക്കെയാണ് അദ്ദേഹം തന്റെ ഗാനരചനയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിരുന്നത്. അതായത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിലെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിലാഷങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചില വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ONVക്ക് തന്റെ നാടകഗാനങ്ങളിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ONVയുടെ ഗാനങ്ങൾക്ക്, നാടകഗാനങ്ങൾക്കൊക്കെ വൻപിച്ച സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പാഠഭാഗത്ത് ONVയുടെ ഗാനങ്ങളെ കുറിച്ചുള്ള ഉദാഹരണങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ ചില ഉദാഹരണങ്ങൾ, ചില വരികൾ നമുക്ക് കാണാം. വയലിന്റെ മക്കൾക്ക് ഈ കൈച്ചങ്ങല മാത്രം, വയർ നിറച്ചുണ്ണുവാൻ പത്തായം മാത്രം, പുലരുകയായി പുലരുകയായി പുലരിത്തിരി വെട്ടം, കൂരിരുളിൻ കൈച്ചങ്ങല പൊട്ടിച്ചെറിയാൻ എന്ന് വെച്ചാൽ ഈ വരികളിലൊക്കെ, ONVയുടെ വരികളൊക്കെ കാണുന്നത്, അതായത് ഈ അടിമത്തത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ വീർപ്പ് മുട്ടുന്ന ചില സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. അപ്പൊ അവരുടെ ആ മനസ്സിന്റെ വിഷമങ്ങള്, അവരുടെ കൈകള് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള അവരുടെ ആ വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ ഈ വരികളിലൂടെ ONV അവതരിപ്പിക്കുമ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ബലികുടീരങ്ങളെ സ്മരണകൾ ഇരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളെ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാനകൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വിപ്ലവമാണ്. ആ ഒരു ചുവപ്പ് പതാകയുടെ ഒരു വിപ്ലവം ഈ ഗാനത്തിലൂടെയൊക്കെ ജനങ്ങളെ കൊണ്ടുവരാനും അങ്ങനെ ഒരു വിപ്ലവപരമായിട്ടുള്ള ചിന്തകൾ ആളുകളുടെ മനസ്സിൽ സൃഷ്ടിക്കാനും ഇവിടെ ONV ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ മനസ്സിലെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി മുത്തോട് മുത്തുവെച്ച വളകിലേക്ക് കയ്യിൽ
മുത്തോട് മുത്തുവെച്ച വളകിലേക്ക് മന്ദാരക്കുളങ്ങര കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്കപ്പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കിപ്പെണ്ണ്. അതായത് ഒരു സ്വപ്നങ്ങളാണ്. മിടുക്കിപ്പെണ്ണ്, മണവാട്ടിയെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഈ ONV തന്റെ രചനയിലേക്ക് കൊണ്ടുവന്നു. ഇതും ജനങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇവിടെ ONV കുറുപ്പും വയലാറൊക്കെ ചെയ്ത് മനുഷ്യ മനസ്സിനെ മുഴുവനായിട്ടെടുത്ത് അതിന്റെ എല്ലാ തലങ്ങളിലേക്കും പടർന്നു കയറാൻ വേണ്ടി അവർക്ക് പറ്റി. എല്ലാ തലങ്ങളിലേക്കും പടർന്നു കയറി അതിനനുസരിച്ച് അവർക്ക് ഗാനങ്ങൾ രചിക്കാൻ വേണ്ടി പറ്റി. അതിന് വഴിയായിട്ട് തന്നെ ഇവർക്ക് ഭക്തി, വാത്സല്യം, രതി, വീര സാഹസങ്ങള്, അങ്ങനെ വിവിധ ഭാവങ്ങൾ തങ്ങളുടെ രചനകളിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ പാട്ടിന്റെയൊക്കെ അവരുടെ രചനകളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ത്വരം പാട്ടുകൾ എന്ന് വെച്ചാൽ അധ്വാനത്തിന്റെ പാട്ടുകളായിരുന്നു അവരുടെ രചനകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഭാഗവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഗാനകാവ്യങ്ങളുടെ താളാത്മകതയെ പറ്റിയാണ് മൂന്നാമത്തെ ഭാഗത്ത് ഈ ലേഖനകർത്താവ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ചൻ നമ്പ്യാരുടെ കവിത എന്ന് പറയുന്നത് താളപ്രധാനമാണെന്നും ചങ്ങമ്പുഴയുടേത് ഈണപ്രധാനമാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും ചങ്ങമ്പുഴയുടെ രചനയ്ക്ക് താളം ഇല്ലാതെയില്ല. ചങ്ങമ്പുഴയുടെ രചനയ്ക്കും താളം ഉണ്ട് എന്നും കൂടെ, ഈ കുഞ്ചൻ നമ്പ്യാരുടേത് പോലെ തന്നെ താളവും ഉള്ള കവിതകളാണ്, രചനകളാണ് ചങ്ങമ്പുഴയുടേതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ പൊരുൾ എന്താണെന്നും കൂടി ഇവിടെ പരിശോധിക്കുകയാണ്. ഇവിടെ മുദ്രയെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇത് വിശദമാക്കുന്നുണ്ട്. അതായത് നൃത്തം എന്ന് വെച്ചാൽ അഭിനയത്തിലും, അതായത് നൃത്തത്തിലും അഭിനയത്തിലും നമ്മൾ മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നൃത്തത്തില് ഈ മുദ്രകൾ ഉപയോഗിക്കുന്നത് ഒരു അലങ്കാരം എന്ന നിലയ്ക്കാണ്. അപ്പൊ രണ്ടാമത്തേതില് അഭിനയത്തിൽ നമ്മൾ മുദ്രകൾ ഉപയോഗിക്കുന്നത് ഒരു അർത്ഥസംവേദകം, അതായത് ഒരു ആശയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുദ്രകൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ കാതിനെ കൂടുതൽ ആശ്രയിക്കുന്ന, അതായത് കേൾക്കാൻ വേണ്ടി ഈണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാവ്യം താളത്തെ അലങ്കാരമായിട്ട് സ്വീകരിക്കുകയാണ്. ഇത് ചങ്ങമ്പുഴയുടെ കാവ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി മറിച്ച് കണ്ണിനെ കൂടുതൽ ആശ്രയിക്കുന്നത് താളത്തെ ഭാവപ്രകാശമായിട്ട് സ്വീകരിക്കണം. അതായത് കുഞ്ചൻ നമ്പ്യാരുടെ ഒക്കെ കാവ്യം എന്ന് പറയുന്നത് താളത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പൊ അത് കണ്ണിന്, അതായത് അതിൽ തുള്ളലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കണ്ണിനെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാവ്യമാണ്. അതിന് താളത്തെ ഒരു ഭാവപ്രകാശമായിട്ട് കാണാനുള്ള ഒരു രീതിയിലുള്ള ഒരിതായിട്ടും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ഭാഗവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, അതായത് കാവ്യത്തിന്റെ അധീശത്വത്തെ കുറിച്ചാണ്. കാവ്യം അധീശത്വം ഭാവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു ധ്വനി കാവ്യത്തിന്റെ രചനയ്ക്ക് മുമ്പിൽ ഈ ഗാനകാവ്യ രചന എന്ന് പറയുന്നത്, അതായത് നല്ലൊരു കാവ്യരചനയ്ക്ക് മുമ്പിൽ ഈ ഗാനകാവ്യ രചന, നാടകഗാനങ്ങളാകാം, സിനിമാ ഗാനങ്ങളാകാം, ഇങ്ങനെയുള്ള ഗാനകാവ്യ രചന വെറും ഒരു പിള്ളേര് കളി മാത്രം എന്നുള്ള ഒരു മൂഢവിശ്വാസത്തിലുള്ള ആളുകളുണ്ട്. ഇവര് ചെയ്യുന്നത് അവരുടെ ഈ ഒരു കാവ്യസാഹിത്യത്തിന്റെ അതിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റ് കലകളെയൊക്കെ അളന്നുകൊണ്ട് ഇങ്ങനെയൊരു ഒരു ധ്വനി കാവ്യശാഖ അവര് അധീശത്വം ഭാവിക്കാണ്. അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടൊരു അധീശത്വം, മേൽക്കോയ്മ ഭാവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. അത് ആ മേൽക്കോയ്മ വെച്ചുകൊണ്ട് തന്നെ ഈ ഗാനകാവ്യ രചന എന്ന് പറയുന്നത് അത് വെറും ഒരു പിള്ളേര് കളിയാണ്, താഴേക്കിടയിലുള്ളതാണ് എന്നുള്ള ഒരു വരുത്തിത്തീർക്കലും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇതിന് ലേഖനകർത്താവ് ഉത്തരം കൊടുക്കുന്നത് എമേഴ്സന്റെ ഒരു കുട്ടിക്കവിതയെ ആശ്രയിച്ചിട്ടാണ്. ഒരു മലയും അണ്ണാനും തമ്മിൽ നടന്ന വാക്കേറ്റത്തെ മുഖ്യ വിഷയമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഒരു എമേഴ്സന്റെ ഒരു കുട്ടിക്കവിതയുണ്ട്, അത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ലേഖനകർത്താവ് ഇതിന് മറുപടി കൊടുക്കുന്നത്. ഈ കവിതയുടെ ഒരു ഗുണപാഠം എന്ന് പറയുന്നത് വലിപ്പവും ചെറുപ്പവും തുല്യമാണ് എന്നുള്ള ഒരു ഗുണപാഠമാണ് ഈ കവിത കൊടുക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഗുണപാഠം കവിതയുടെ രചനയിലേക്കും കൂടെ വ്യാപിപ്പിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വലിയ കാവ്യത്തിന്റെ രചനയും അതുപോലെ തന്നെ ചെറിയ കാവ്യത്തിന്റെ ഗാനരചനയുടെ രചനയും തുല്യ മൂല്യമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് വലിയ കാവ്യം എഴുതുന്നത് കൂടുതൽ വലിയ കാര്യമെന്നോ ചെറിയ കാവ്യം എഴുതുന്നത് ചെറിയ കാര്യമാണെന്ന് നമുക്ക് കരുതാൻ വേണ്ടി കഴിയില്ല. രണ്ടിന്റെ രചനയും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ധ്വനി കാവ്യങ്ങൾക്ക്, വലിയ വലിയ കാവ്യങ്ങൾക്കൊക്കെ ഒരു അധീശത്വം ഭാവിക്കാൻ വേണ്ടി അവകാശമില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നതും ഒരു ഇതിഹാസത്തിന്റെ രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അക്ഷീണമായിട്ടൊരു പ്രയത്നം അതേ അളവിൽ തന്നെ നാടക, സിനിമ ഗാനങ്ങളുടെ രചനയ്ക്കും ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഗാനരചനയിലെ ഈ ഒരു സ്റ്റാമിന, അതായത് അക്ഷീണത, അതിനുള്ള പ്രയത്നം ഏത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം എന്നും കൂടെ അദ്ദേഹം ഈ ലേഖനകർത്താവ് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഈ ഗാനരചനയിലെ പ്രയത്നം എന്ന് പറയുന്നത് അത് ആദ്യം ഒന്നാം ചരണം എഴുതി ആ ചരണത്തെ ഒരു ഫ്രെയിമായിട്ട് കരുതി അതിൽ അടുത്ത ചരണം വാർത്തെടുത്ത് അങ്ങനെ കൃത്യമായിട്ടൊരു അക്ഷീണതയോടുകൂടി തന്നെ പ്രയത്നത്തോടു കൂടി തന്നെയാണ് ഒരു ഗാനരചന നിർവഹിക്കുന്നത് എന്നും കൂടെ ഇദ്ദേഹം ഇവിടെ പറയുകയാണ്.
പക്ഷേ ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, നമ്മളുടെ ഇന്ന് ഇറങ്ങുന്ന പുതിയ മിക്ക സിനിമാ ഗാനങ്ങളും കൃത്യമായിട്ടൊരു പ്രയത്നത്തോടു കൂടെ നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഒന്നാം ചരണം തോന്നിയ പോലെ തന്നെ എഴുതി വെക്കുന്നു, രണ്ടാം ചരണം ഒരു പ്രത്യേകത, ഒരു സാദൃശ്യ ചാരുത ഇല്ലാതെ വേറെ രീതിയിലൊക്കെ എഴുതി വെക്കുന്നു. അപ്പൊ അങ്ങനെ തോന്നിയ രീതിയിൽ എഴുതി വെക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് നവാഗതരുടേതായിട്ട് ഇന്ന് പുറത്തിറങ്ങുന്ന മിക്ക സിനിമാ ഗാനങ്ങൾക്കും ഒരു സ്റ്റാമിനയോട് കൂടെ തന്നെ എല്ലാ കാലത്തും കത്തി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നും കൂടെ അദ്ദേഹം ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ട് നാലാമത്തെ ഭാഗവും അവസാനിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ ഭാഗത്തിൽ ഈ ലേഖനകർത്താവ് തന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണിത്. അതായത് ONVയും വയലാറും കൂടി ഒരു അർദ്ധനാരീശ്വര ബിംബമായിട്ടാണ് വർത്തിക്കുന്നതെന്ന് തനിക്ക് തോന്നുകയാണെന്ന് ഇവിടെ ലേഖനകർത്താവ് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറയാണ്, ONVക്ക് സ്ത്രൈണ പ്രകൃതിയുള്ള മധുരമായിട്ടുള്ള പദവിന്യാസമാണ് കൂടുതൽ ഇഷ്ടം, വയലാറിന് പുരുഷ പ്രകൃതിയുള്ള പദവിന്യാസവുമാണ് കൂടുതൽ പഥ്യം എന്നുകൂടെ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നു. അദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ രണ്ടും, ഈ സ്ത്രൈണ പ്രകൃതിയും അതുപോലെ തന്നെ ഒരു പുരുഷ പ്രകൃതിയും മനസ്സിന്റെ തിരുമുറ്റത്ത് ഒന്നുപോലെ അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുകയാണ്. സ്ത്രൈണ പ്രകൃതിയായ ഒരു കവിയും അതുപോലെ തന്നെ പുരുഷ പ്രകൃതിയായിട്ടുള്ള മറ്റൊരു കവിയും ഏകകാലത്തോ, അതായത് ഒരേ സമയത്തോ അല്ലെങ്കിൽ സമീപകാലത്തോ ജനിച്ച് ഒരു സംസ്കാരത്തിന്റെ താളം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ലേഖന ഭാഗം എല്ലാവരും നന്നായിട്ട് വായിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ലേഖന ഭാഗമാണ്. നമ്മൾ ആഴത്തിൽ വായിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ അർത്ഥതലങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലേഖനം മനസ്സിരുത്തി വായിക്കുക, അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.